വെൽക്കം ചെയ്യാനായിട്ട് സായ് ഓൾറെഡി റെഡി ആയിരുന്നു കേട്ടോ. ദീദി എന്തിനീ ബലൂൺ പൊട്ടിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല അൺടിൽ ഞാൻ എന്റെ ലിവിംഗ് റൂമിൽ എത്തിക്കഴിഞ്ഞപ്പം ഞാൻ ശരിക്കും ഷോക്കായി പോയായിരുന്നു. എനിക്ക് പുതിയ ജോബ് കിട്ടിയതിന്റെ ഒരു കുട്ടി സർപ്രൈസ് ദീദിയും ലുജേനും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് 2 ഗിഫ്റ്റ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണോടൊപ്പം ദീദി തന്നത്, ഒരെണ്ണം ഓൺ ദ വേ ആണ്. ദീദി എപ്പോഴും ഗിഫ്റ്റ് ചെയ്യുന്നത് ഗോൾഡ് ആണ്. കഴിഞ്ഞ എനിക്ക് ഗ്രാജുവേഷനും ഇയറിംഗ്സ് ആയിരുന്നു ഗിഫ്റ്റ് ചെയ്തിരുന്നത്. ഇതൊരു ഇസ്ലാമിക് ടോയ് ആയിട്ടോ, നമുക്ക് ചെറിയ ചെറിയ സൂറത്തുകളെല്ലാം പഠിപ്പിച്ചിരുന്നത്. അത് അവൻ അത്രക്കങ്ങ് ഇഷ്ടമായിട്ടില്ല, കാരണം 3+ ഇയറിനാണ്. മേ ബി അവൻ കുറച്ച് കഴിയുമ്പോൾ സെറ്റ് ആയിക്കോളും. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒരു കേക്ക് ഒക്കെ മുറിച്ചു. ദീദിക്ക് ഞാൻ ഫുൾ അപ്പാർട്ട്മെന്റിന്റെ എല്ലാം കാണിച്ചു കൊടുക്കുന്ന സമയത്താണ് താഴെ പട്ടികളെയൊക്കെ കളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരും കേട്ടോ. സായിക്കാണെങ്കിൽ ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നൈറ്റ് ആയപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട്. അവിടെ പാകിസ്ഥാനീസും ഇന്ത്യൻസും അറബ്സും എല്ലാവരും ഈദ് രാവിന് വരും. ഇവിടെ സൈഡിൽ ഇങ്ങനെ ചെയറൊക്കെ ഇട്ട് മെഹന്തി ഒക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ആൾക്കാരുണ്ട് കേട്ടോ. 8 പൗണ്ടൊക്കെയാണ് നമ്മളുടെ ഡിസൈൻ അനുസരിച്ച് പറയാം. ഇവിടെ എല്ലാ ഫുഡും അവൈലബിൾ ആണ്. ഡ്രസ്സ്, ചുരിദാർ എല്ലാം അവൈലബിൾ ആണ്. നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ലാസ്റ്റ് ഒരു കുൽഫിയും കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു.